കുറച്ച് മതി മതി കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. ഇൻസ്റ്റന്റ് തേങ്ങാപ്പാൽ വെച്ച് എങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കും? സോ ലെറ്റ്സ് മേക്ക് പാൽക്കപ്പ. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കപ്പ ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക. ഇതേ സമയം വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അഥവാ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി. ഇനി അടുത്തത് തേങ്ങാപ്പാൽ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. തേങ്ങയില്ലാത്ത നമ്മളെ പോലുള്ള പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ കോക്കനട്ട് മിൽക്കിന്റെ ഒരു ക്യാൻ വാങ്ങുക. കോക്കനട്ട് മിൽക്ക് അത് ഒഴിക്കുക. സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. എന്നിട്ട് അതിലേക്ക് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ അരച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കുക. പിന്നെ ഇതാ ഈ ഒരു പരുവെത്തുമ്പോഴേക്കും വേവിച്ച് വെച്ച കപ്പ കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ അതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഉപ്പ് ചെക്കിംഗ് ടൈം ആണ്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യണം. മിക്കവാറും ഉപ്പിടേണ്ട ആവശ്യം വരും, കാരണം നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ മാത്രമേ ഇതിൽ ഉപ്പിട്ടിട്ടുള്ളൂ. ഇത്രയുള്ളൂന്നേ, സിമ്പിൾ ആയിട്ട് പാൽക്കപ്പ റെഡി. പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ചുവന്ന മീൻ കറിയും ഉണ്ട്. നമ്മുടെ സാമനാണ് കേട്ടോ ഇതുപോലെ കേരള സ്റ്റൈലാക്കി മീൻകറി ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാൽക്കപ്പയിലേക്ക് കുറച്ചും കൂടി മീൻകറി കൂടി ആഡ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് കഴിക്കാം. നല്ലൊരു കട്ടൻ ചായ ഇല്ലാതെ എന്ത് കപ്പയും മീനും അല്ലേ? അപ്പൊ ചെയ്യുന്ന വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.